നമസ്കാരം. സാധാരണക്കാർക്ക് വെല്ലുവിളിയായി സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കൂടിയിരിക്കുകയാണ്. ഇതോടെ സ്വർണം എന്ന സാധാരണക്കാരന്റെ സ്വപ്നം ദൂരത്തേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാഴ്ചത്തെ ഇടിവിന് ശേഷമാണ് സ്വർണ്ണവില വീണ്ടും ഉയർന്നത്. ഗ്രാമിന് 25 രൂപ കൂടി 7150 രൂപയായി. ഇതോടെ ഇന്ന് പവന് 57,200 രൂപയാണ് വില വരുന്നത്. രാജ്യാന്തര സ്വർണ്ണവില ഇന്നലെ 1% ഉയർന്നതാണ് കേരളത്തിലും പ്രതിഫലിച്ചത്. ഇന്നത്തെ പവൻ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിനും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹോൾമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് കൃത്യമായി പറഞ്ഞാൽ ഒരു പവൻ സ്വർണത്തിന് 61,915 രൂപ നൽകേണ്ടി വരും. ഇന്നത്തെ വെള്ളി വില ഗ്രാമിന് 99.10 രൂപയും കിലോഗ്രാമിന് 99,100 രൂപയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വെള്ളി വില എങ്ങനെ കുറഞ്ഞു എന്നതിന് അനുസൃതമായാണ് കേരളത്തിലെ വെള്ളി വിലയിൽ മാറ്റം വരുന്നത്. അടുത്ത ഏതാനും വർഷങ്ങളിൽ വെള്ളി വിലയിൽ വലിയ മാറ്റം ഉണ്ടായേക്കില്ല. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപങ്ങൾ വന്നതോടെയാണ് സ്വർണ്ണവില വീണ്ടും ഉയർന്നതെന്നും വിശകലനങ്ങളുണ്ട്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവ അടിസ്ഥാനമാക്കിയാണ് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഒരാഴ്ചക്കിടയിലെ വലിയ വില മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. ആഗോള വിപണിയിൽ കാര്യമായ വർധനവുണ്ട് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും കേരളത്തിൽ മറിച്ചാണ് കാര്യം. ഡോളർ ഉയർന്ന നിരക്കിൽ തുടരുകയാണ്. ഇന്ത്യൻ രൂപയുടെ കരുത്ത് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ രൂപ കൂടുതൽ പ്രതിസന്ധി നേരിടുമെന്ന വിവരമാണ് വിപണിയിൽ നിന്നുള്ളത്. അതേസമയം ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില വർദ്ധിച്ചു. ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ മുന്നേറ്റം പ്രകടമാണ്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 6%, പ്ലാറ്റിനത്തിന്റേത് 6.4%മാണ് കുറച്ചത്. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശിക ആവശ്യകത, ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് സാധിക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസങ്ങളിൽ 2 തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്.